നമസ്കാരം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ സീതക്കുട്ടിയെ? ജട പിടിച്ച ചുരുണ്ട മുടിയും കീറിക്കൂട്ടിയൊരുടുപ്പൂട്ട് ആരോടും മിണ്ടാതെ ഒരു കീറച്ചാക്കും തൂക്കി അമ്മയുടെ പിന്നാലെ നടക്കണ കുട്ടി. സീതാലക്ഷ്മി എന്നായിരുന്നു അവളുടെ പേര്. അവളെ ഞങ്ങളുടെ ക്ലാസ്സിലാ പഠിക്കുന്നത്. അവളുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ക്ലാസ്സില് ഏറ്റവും പാവപ്പെട്ട കുട്ടിയായിരുന്നു സീത. അവളുടെ അടുത്ത് ആരും മിണ്ട്, കൂട്ടുകൂട്, അടുത്തിരിക്ക് ഒന്നും ചെയ്തിരുന്നില്ല. ബെഞ്ചിന്റെ ഒരു മൂലക്കിലിരുന്ന് വക്കത്ത പൊട്ടിയ സ്ലേറ്റില് എപ്പോഴും ഇങ്ങനെ ചിത്രം വരച്ചോണ്ടിരിക്കും. ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോ തന്നെ നന്ദു മീനു ഒക്കെ പറഞ്ഞു, ദേ അനു അവിടെ ഇരിക്കണ്ടാട്ടോ, അതാ അണ്ണാച്ചി കുട്ടിയാ, ഇങ്ങടെ ഇരുന്നോന്ന്. അന്നൊക്കെ ഞാനും ആരുടെ കൂടെ കൂടി കളിയാക്കിയിരുന്നു. കീറച്ചാക്കേന്നാ ഞങ്ങളവളെ വിളിച്ചിരുന്നത്. ഒരു പഴയ കീറച്ചാക്കും തൂക്കി നടക്കണോണ്ടാണ്. ആ കീറച്ചാക്ക് അവൾക്ക് എത്രമാത്രം ആവശ്യമായിരുന്നു എന്ന് കുറേ കഴിഞ്ഞിട്ടാ മനസ്സിലായി. ഞങ്ങൾ എന്തൊക്കെയായിരുന്നു അവളെ കളിയാക്കി വിളിച്ചിരുന്നേ. അയ്യയ്യേ എന്റെ സീതേ, അനക്കൊരു മാല പോലും ഇല്ലാലോ, എന്റെ ഡ്രസ്സിലൊക്കെ ചളിയാണല്ലോ, ഓണം കഴിഞ്ഞിട്ടും കൂടി ഒരു പുത്തൻ ഉടുപ്പോലും കിട്ടിയില്ലാലോ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ കീറച്ചാക്കേന്നും വിളിച്ചൊരൊറ്റാട്ട. അന്നൊരു ദിവസം ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും വഴക്കിട്ടിക്ക്. ടീച്ചർ തൂവലാൽബ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒരു തൂവല പോലും കിട്ടിയില്ല. കിപ്പ വേണം തൂവല് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ക്ഷീണിരുന്നു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അപ്പ തുടങ്ങും അമ്മ. ഞാൻ അപ്പോഴും പറഞ്ഞതാ CBSE സ്കൂളിൽ ചേർത്തിയാ മതിന്ന്. അപ്പോ ഓരോരോ സിദ്ധാന്തവും കൊണ്ടുവരും. സ്വന്തം കുട്ടി സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതി എന്നും പറഞ്ഞ്. നീ ഇങ്ങനെ എലിയെന്ന് പോലും പെറുക്കി നടന്നോ, ഈ പെണ്ണിന് പഠിക്കണം എന്നുള്ള വിചാരേ ഇല്ല. ഞാൻ കണ്ണില് വെള്ളവും നിറച്ച് അച്ഛൻ്റെ ആശ്വാസവാക്കും കേട്ട് ഉമ്മർത്തിക്ക് പോയപ്പോ സീതയുടെ അമ്മി കണ്ണിക്കണ്ട കുപ്പിയെല്ലാം പെറുക്കി ചാക്കിലാക്കി. എന്റെ വാസ്തു കുട്ടിയായിട്ടും ഞാനൊന്ന് ചിരിച്ചതും കൂടിയില്ല. പിറ്റേ ദിവസം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ കയ്യിലൊരു കെട്ട് തൂവലും തന്ന് സീത പറഞ്ഞു, അനു നീ ഇതെടുത്തോ, ഞാൻ കേട്ടു നിന്റെ കരച്ചില്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ തൂവല് കിട്ടും. ഞാനങ്ങോട്ട് വല്ലാതായി. അന്ന് മുതൽക്ക് സീതയോട് എന്തോ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ സീതയോട് സംസാരിക്കാൻ തുടങ്ങി. സീതയുടെ അച്ഛൻ അവരെ നോക്കാറിയില്ലത്രേ. കള്ളും കുടിച്ചു നടന്ന് സീതയുടെ അമ്മ അടിക്കും. അവര് കണ്ണിക്കണ്ട കുപ്പിയെല്ലാം അവർക്ക് ചാക്കിലാക്കി മാധവേട്ടന്റെ കടയിൽ കൊടുത്തിട്ട് ജീവിക്കണേ. ഇടയ്ക്ക് അവൾക്ക് ഒന്നും കിട്ടാറില്ല അത്രേ. സ്കൂളത്തെ കഞ്ഞിയും പയറും സീതയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. ഒരു ദിവസം മാധവേട്ടന്റെ കടയിൽ നിന്ന് അലർച്ചയും ബഹളത്തെ കേട്ടു. മര്യാദയ്ക്ക് ഇങ്ങോട്ട് തരാനുള്ള തന്നോളൂ, വേണ്ട വേണ്ട വെച്ചിട്ടാ. സീതയുടെ അമ്മയുടെ ശബ്ദവും പതുക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ ഉണ്ടായേ? മോളെ മോളെ, സീതയുടെ അമ്മയുടെ നിലവിളി ഇപ്പോഴും എൻ്റെ ചെവിയില്. അടുത്ത ദിവസം സ്കൂളിന് അവധി കിട്ടി. സീത മരിച്ചു. ഇനിയും കെട്ടിപ്പിടിച്ച് വാതിലും അടച്ച് അച്ഛനോട് പറഞ്ഞു, എന്നാലും എൻ്റെ ഈശ്വര, നമ്മുടെ മോളുടെ പ്രായമല്ല അതിനായുള്ളൂ. ദൈവമേ പേടിയാവണു. ഇപ്പൊ പൈസക്കാരാവുമ്പോ പോലീസും കേസൊന്നും ഉണ്ടാവില്ലത്രേ. ഒന്നും മനസ്സിലായില്ല. ഏട്ടൻ പറഞ്ഞത് മാധവേട്ടനാണത്രേ. സീത മരിച്ചതോടെ
എൻ്റെ അമ്മയും കൂടാതെ എന്നാപ്പ ഈ തടവറയുന്ന ഒരു മോചനം കിട്ടുക. അത് മാത്രമായിരുന്നു ഇപ്പൊ എൻ്റെ ചിന്ത. നന്ദി.